ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണ്? ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് മേക്കിങ്ങിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡെന്ന് പറയാം കേട്ടോ. സോ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പൊരിഞ്ഞ വെയിലാണ് പുറത്ത്, എന്തൊരു ചൂടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് തന്നെ ഉണ്ടാക്കാം, അതായത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആകെപ്പാടെ എൻ്റെ 5 ഫ്രൂട്ട്സേ ഉള്ളൂ. എല്ലാം വെട്ടി നുറുക്കാക്കി കുഞ്ഞുഞ്ഞാന്നരിഞ്ഞെടുത്തു. എല്ലാം കുഞ്ഞുഞ്ഞാന്നരിഞ്ഞെടുത്തു. അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് പറയാം എഴുതിയെടുത്ത് കഴിക്കടിയെന്ന്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഞാൻ കഴിച്ചില്ല. ആ തന്നെ കയറിഞ്ഞപ്പോൾ എന്നെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കുറച്ചെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ദെൻ നമ്മളതെല്ലാം ഫ്രീസ് ചെയ്യാൻ വേണ്ടി കയറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രീസ് ചെയ്തിട്ട് അതെല്ലാം എടുത്ത് പുറത്തെടുത്ത് വെച്ചപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് പറഞ്ഞു കഴിക്കടിയെന്ന്. സോ ഈ അവസ്ഥയിലെല്ലാം നമുക്ക് എന്ത് വേണം? ക്ഷമ വേണം. ദെൻ അതുകൊണ്ട് ഈ വീണ്ടും വെച്ചിട്ട് നമ്മൾ വേറൊരു പരിപാടിയിലേക്ക് കടന്നു. ഒരു ബൗളെടുക്കുക, അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് കസ്റ്റാർഡ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇളക്കൽ. എന്നിട്ട് അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ദെൻ ഒരു സോസ് പാൻ എടുത്തു, അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മിൽക്ക് ഒഴിച്ചു. ദെൻ വീണ്ടും എനിക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം, ഒന്നെങ്കിൽ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഷുഗർ ഒഴിക്കാം. സോ എൻ്റെ കയ്യിൽ ഷുഗർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഷുഗർ ഇട്ടു. നന്നായിട്ട് അത് രണ്ടും യോജിപ്പിച്ചതിന് ശേഷം ഇളക്കിക്കൊണ്ടേയിരുന്നു. ദെൻ നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു. അതും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ദെൻ നമ്മളിത് ആറാനായിട്ട് മാറ്റി വെച്ചു. ആറ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിക്സിനെ എടുത്തു, നമ്മുടെ കട്ട് ഫ്രൂട്ട്സിൻ്റെ തൊട്ട് ഇട്ട് കൊടുത്തു. ദെൻ അതും നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ആവാമെന്ന്. ഇത് ഫ്രീസ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ത്വര കാരണം അങ്ങ് എടുത്തു, ഒരു ബൗൾ എടുത്തു, അതിൻ്റെ അകത്തോട്ട് ഫ്രൂട്ട് കസ്റ്റാർഡ് അങ്ങ് ഇട്ടു. ദെൻ ഞാൻ നേരത്തെ ത്രഷ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ അതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ. ബൈ.